ഇവിടെ ഇടതുപക്ഷവും കാരണഭൂതൻ പിണറായി വിജയനും തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത്. തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൊറിയാൻ കാരണം യഥാർത്ഥ കേരളത്തിന്റെ ഇരട്ടച്ചങ്കനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും ഇരട്ടത്താപ്പനായിട്ടുള്ള പിണറായി വിജയൻ തമ്മിലുള്ള യുദ്ധം ഈ കേരളത്തിലെ ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അതിന് ഏതൊരു യുദ്ധമാകുമ്പോഴും ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ടാണ് യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാറ്. ഇപ്പോ ആർഷോ എന്ന് പറയുന്ന ഗജ ഫ്രോഡിനെ മുൻനിർത്തിക്കൊണ്ട് അനിൽ നമ്പ്യാർജി നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ ആർഷോ എന്നുള്ള പേര് തന്നെ നമ്മൾ കേൾക്കുന്നത് കേരളത്തിൽ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടല്ല. അസ്കർജി പറഞ്ഞാൽ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടല്ല. കേരളത്തിലെ ASFന്റെ വനിതാ നേതാവിന് നേരെ നടന്ന ലൈംഗിക അതിക്രമവും കേരളത്തിൽ ഈ ആർഷോ എന്ന് പറയുന്ന നേതാവ് ഉയർത്തിയിട്ടുള്ള കൊടും ക്രിമിനലുകൾ ഏർപ്പെട്ടിട്ടുള്ള അനവധി കേസുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആദ്യമായിട്ട് SFIയുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയെ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ ഗജ ഫ്രോഡിനെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ശത്രുവായി മാറിയത്? ആരിഫ് മുഹമ്മദ് ഖാൻ ശത്രുവാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ രാവണക്കോട്ടകൾ, ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള രാവണക്കോട്ടകളെ ക്ലീൻ ചെയ്യാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിച്ചു, എല്ലാ കാലഘട്ടത്തിലും ജനാധിപത്യ രീതിയിലാണ് ഞങ്ങളുടെയൊക്കെ ആളുകളെയൊക്കെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കൊക്കെ നിശ്ചയിക്കാറ്. ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട അസ്കർ സാർ, എങ്ങനെയാണ് ബിജുവിന്റെ ഭാര്യയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടിയിട്ടുള്ളത്? ഷംസീറിന്റെ ഭാര്യയ്ക്ക്, രാകേഷിന്റെ ഭാര്യയ്ക്ക്, MP രാജേഷിന്റെ ഭാര്യയ്ക്ക്, ഈ 4 പേർ മാത്രമല്ല, ഞാൻ കേരളത്തിന്റെ മുഖ്യധാരയിലുള്ള മന്ത്രി അടക്കമുള്ള ആളുകളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഈ 4 പേർക്ക് ഭാര്യമാർക്കും കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ജോലി കിട്ടിയത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണോ? നിങ്ങൾ പറയണം. രാഷ്ട്രീയം പറയുന്നതിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ യുവജനങ്ങളെ നേരെ നോക്കി നിങ്ങൾ കൊഞ്ഞനം കുത്തുകയാണ് ഈ SFIയുടെ സമരവീരത്തിന്റെ കഥയും കണക്കും പറഞ്ഞിട്ട്. ഇപ്പോൾ ആസൂത്രിതമായി കേരളത്തിലെ ഗവർണറെ കൊല്ലാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കേരളത്തെ നിങ്ങൾ ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 356 കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഭരണത്തിന്റെ തലവനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാണ് സംസ്ഥാനത്തിന്റെ അധികാരി. ആ സംസ്ഥാനത്തിന്റെ അധികാരിക്ക് ഈ കേരളത്തിൽ സമാധാനമായി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അത് കേരളത്തിൽ സൃഷ്ടിച്ചത് ആരാണ്? ഇടതുപക്ഷമല്ലേ? വലതുപക്ഷമാണോ? ഇടതുപക്ഷമല്ലേ? ഈ ഇടതുപക്ഷത്തിന്റെ ഈ സമരങ്ങൾ നടത്തുന്ന പേക്കൂത്ത്, ആ പേക്കൂത്ത് നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയല്ല നടത്തുന്നത്. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, ഇത് കേരളം ഒരു ക്യൂബളമാണെന്ന്. ഇത് കേരളമാണ്, ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള കോടതികളെ സമീപിക്കാം. തെരുവിൽ എന്താണ് നമ്മൾ കണ്ടത്? 10-ാം തീയതിയും 11-ാം തീയതിയാണ് ഈ അംഗം ആരംഭിച്ചത്. ഇവിടുത്തെ പോലീസ് സംവിധാനവും ഭരണകൂടവും ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിൽ കൊല്ലുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പിണറായി വിജയന്റെ നേരെ പൈലറ്റ് വാഹനത്തിന് വരുന്ന ആളുകൾ അതിക്രൂരമായിട്ട് നിങ്ങൾ മർദ്ദിക്കുന്നുണ്ടല്ലോ. പിണറായി വിജയൻ എവിടെയെങ്കിലും വാഹനം നിർത്തേണ്ട സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പറയണം. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ സംഭവം എന്താ 11-ാം തീയതി ഉണ്ടായത്? അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ പോലീസ് സംവിധാനം പൈലറ്റ് വാഹനം നിർത്തിക്കൊടുക്കുന്നു. ഗവർണർ തെരുവിൽ ആക്രമിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗവർണറെ തെരുവിൽ ആക്രമിക്കുന്നത്. നിയമസഭകളിലൊക്കെ നമ്മൾ നയപ്രഖ്യാപനം നടക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഗവർണറെ കേരളത്തിന്റെ തെരുവിൽ ആക്രമിക്കുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട്. നിങ്ങൾ രാമകൃഷ്ണ റാവു പോലും സദാശിവം വരെയുള്ള ഗവർണർമാരുടെ ഒരു പശ്ചാത്തലം നോക്കുക. അവർക്കില്ലാത്തൊരു കാര്യം ഈ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്. എന്താണ്? നട്ടല്. ഭരണഘടനാ വ്യവസ്ഥിതിയെ കൃത്യമായിട്ട് അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരണഘടനാ പദവിക്കനുസൃതമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗവർണർമാർ, നിങ്ങൾ പറയുന്ന പുസ്തകത്താളുകളിൽ നിങ്ങൾ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്ന ഗവർണർമാരാണ്. ആ ഗവർണറല്ല. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുള്ള മുഴുവൻ ഗവർണർമാർക്കും സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് ഭരണഘടനാപരമായ നിയമങ്ങൾ പാലിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അല്ലാതെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നതിനനുസരിച്ച് ഒപ്പിടാനുള്ള പദവിയല്ല കേരളത്തിലെ ഗവർണർ പദവി. നിങ്ങൾ നോക്കണം, ഭരണഘടനാ പദവി അനുസരിച്ച് 3-ാം സ്ഥാനമാണ് ഗവർണർക്ക്. പിന്നെ നേരത്തെ പറഞ്ഞു ഈ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാന്ന്. എന്റെ അസ്കർ സാർ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ പിണറായി വിജയൻ ബ്രണ്ണൻ കോളേജിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ദ്രന്റെയും ചന്ദ്രന്റെയൊക്കെ ചരിത്രം. ആ ചരിത്രത്തിന് മുമ്പ് 15,000 പേര് പഠിക്കുന്ന അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ചെയർമാനുമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. നിങ്ങൾ മനസ്സിലാക്കണം, 26-ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധമില്ല എന്ന് നിങ്ങൾ എന്താ പറയാ?
നിങ്ങൾ നോക്കണം, ഇന്ദിരാഗാന്ധിയുടെ പട്ടാള തോക്കിന്, അടിയന്തരാവസ്ഥയിൽ ഇന്ദിരയുടെ പട്ടാളത്തിന്റെ തോക്കിന് മുമ്പിൽ തലകുനിക്കാത്ത പാരമ്പര്യമുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ. എനിക്കിപ്പോ ആരിഫ് മുഹമ്മദ് ഖാനെ വലിയ ആളാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ചരിത്രം പറയുമ്പോൾ നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ വളരെ കൊച്ചാക്കിക്കൊണ്ട് രാഷ്ട്രീയം അറിയില്ല, ഈ എന്താ പറയാ, ഈ തമ്പാക്ക് ചമയ്ക്കുന്ന മറ്റേ ദമ്മ് ബിരിയാണി കഴിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾ ആരിഫ് മുഹമ്മദ് ട്രാക്ക് റെക്കോർഡ് നോക്ക്. അത് ഉത്തർപ്രദേശ് പോലുള്ള ഒരു പ്രദേശത്ത് നിന്ന് രാഷ്ട്രീയം പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ് SFIയുടെ കരിങ്കൊടി കണ്ടിട്ട് SFIക്കാരൻ പറയുന്നത് കേട്ടുകൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കുമെന്നാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത്? പഞ്ചപുത്തമടക്കിക്കൊണ്ട് കേരളത്തിൽ ജീവിക്കുന്നു? അതൊന്നും നടക്കില്ല. ഇത് കേരളം SFIക്കാരുടെ തറവാട് സ്വത്താണ്. ഇപ്പൊ നിങ്ങൾ റിയാസ് ചോദിച്ചല്ല ബി മുരളീധരനോട്, ഈ കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മുരളീധരന്റെ തറവാട്ട് സ്വത്താണെന്നുള്ള നിങ്ങൾ ചോദിച്ചത് ആദരണീയ. ഞാൻ ചോദിക്കുന്ന SFIക്കാരന്റെയും പിണറായി വിജയന്റെയും തറവാട്ട് സ്വത്താണ് കേരളം.